ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡി ബോട്ട്. ഇന്ന് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാവുന്ന ഈസി ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാട്ടോ. ഇനി ഇതിലേക്ക് അര കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടിയും ചോറും തേങ്ങ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പൊടി അടിയിൽ കട്ട പിടിക്കും. അങ്ങനെ വരാതിരിക്കാനാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് അരച്ചു. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ്. അതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് അരച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരാനായിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു വലിയ പാത്രത്തിൽ ചൂടുവെള്ളം എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച മാവിൻ്റെ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ മാവ് അരച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാമേ. കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇനി നമുക്ക് അപ്പം ചുടാമേ. ചൂടായ പാലപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാമേ. നമ്മുടെ അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞതും എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പാലപ്പമാണിത്. അപ്പോൾ ഇനി നമ്മൾ അരി അരച്ച് തലേദിവസം അരി കുതിർത്തരച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നല്ല പാലപ്പം തയ്യാറാക്കാനായിട്ട് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.